ഹലോ ഗൈസ്, ഇന്ന് ഡേ 10 ആണ്. ഇവിടെ ലൈഫ് ഇൻ ഹിമാലയാസ് വേറെ തന്നെ ഫീൽ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ എടുത്ത നല്ല ഇരുട്ടായിരുന്നു, എനിക്കറിയാം. ഞാൻ നൈറ്റാണ് ഫ്രീ ആയത്, അതുകൊണ്ട് എനിക്ക് രാത്രി എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിൽ എൻ്റെ ഫേസ് കണ്ടാലും അതെ, മൊത്തം ചളി പിടിച്ച് കിടക്കുകയായിരുന്നു. 10 ദിവസമായി കുളിച്ചിട്ട്, ഇവിടുത്തെ വെള്ളം ഐസായി കിടന്നിട്ട്. പിന്നെ തണുപ്പും കാരണം ഇന്ന് ഒന്നും നോക്കിയില്ല. ഇന്ന് സ്ട്രെയിറ്റ് രാവിലെ എണീച്ചൊരു ചായയും പിന്നെ ഒരു ഉപ്പുമാവും ഉണ്ടാക്കി. ഉപ്പുമാവ് എനിക്ക് ശരിക്കും ഉണ്ടാക്കാൻ അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ. എന്നാലും ഞാനും ഹരിണി കുറേ ഹെൽപ്പാക്കി. ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി. ലാസ്റ്റ് ഞങ്ങൾ ആയി സെറ്റായി വന്നപ്പോഴത്തേന് 12 മണിയായി. അപ്പോൾ ഞാൻ ഡയറക്റ്റ് പോയി കുളിച്ച്. ഇന്നിപ്പോൾ ക്ലൈമറ്റ് ഓക്കെയാണ്, കാണാൻ പറ്റും. കുറേയൊക്കെ ക്ലൈമറ്റ് ഇന്ന് സെറ്റാണ്. ഇന്നലൊക്കെ ക്ലൗഡി തന്നെ മാക്സിമം. ഇന്നിപ്പോൾ 3 മണിയായി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ള നമ്മളെ പ്രോപ്പർട്ടി ജിപ്സിൻ്റെ അടുത്ത് തന്നെ കൽഗാ വില്ലേജ്, അപ്പുറം സൈഡിൽ പോയ കൽഗാ വില്ലേജാണ്. നേരെ പോയ കീർഗംഗ ട്രയൽസാണ്. ഇത് ശരിക്കും കീർഗംഗ ട്രയൽസാണ്. കീർഗംഗൻ്റെ ബേസ് ക്യാമ്പാണ് കൽഗാ വില്ലേജായി വരിക. ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് പോയിൻ്റ് ബർഷേനിൽ നിന്ന് വരും. ബർഷേനിൽ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ വരിക, അത് നമ്മൾ കൽഗാ വില്ലേജിലെത്തും. 2-2.5 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഈ കീർഗംഗ ഏകദേശം 16 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷേ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യണം എനിക്ക് ഇപ്രാവശ്യമെങ്കിലും. സാധാരണ കീർഗംഗയിലോട്ട് വിൻ്ററിൽ അങ്ങനെ ആൾക്കാർ പോകാറില്ല, അതുകൊണ്ടാണ്. പിന്നെ കാരണം നല്ല സ്ലിപ്പാവും. പിന്നെ ബാക്കപ്സും ജാക്കറ്റും കാര്യങ്ങളൊക്കെ നല്ലപോലെ വേണം. അപ്പോൾ ഞാൻ ഒന്ന് ക്ലൈമറ്റ് ഒന്ന് ഓക്കെ ആവാൻ വേണ്ടി കാത്തിക്കുക, വെയിറ്റ് ചെയ്യാണ്. കീർഗംഗൻ്റെ ട്രെയിൽസ് ഇത് തന്നെയാണ്. ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ പോയാൽ അടുത്തും. നമ്മൾ ഏകദേശം വാട്ടർഫാളിൻ്റെ അടുത്ത് എത്തിയുന്നത്. അവിടെ വാട്ടർഫാൾ കാണാൻ കഴിയുന്നുണ്ട്. കുറച്ചും കൂടി വാട്ടർഫാളിൻ്റെ അടുത്ത് എത്തി. നല്ല ചെറിയ വാട്ടർഫാളാണ്, ഹരിയിലാണ്. എന്തായാലും നല്ല സൗണ്ട് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അയ്യോ ഞാൻ വീഴാൻ പോയി. നമ്മളെപ്പോഴും നോക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ ട്രയൽസ് ആകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നല്ല ഒന്നാമത്തെ കാര്യം നല്ല ജാക്കറ്റ്, നല്ല സെറ്റപ്പായിട്ട് വരിക. അത് കഴിഞ്ഞിട്ട് ഷൂ, ഞാൻ എല്ലാ വ്ളോഗിലും പറഞ്ഞാണ് നമ്മളെ ട്രക്കിംഗ് ഷൂ നമ്മളതിലൊരിക്കലും കോംപ്രമൈസ് ചെയ്തത്. കാരണം നമ്മളിപ്പോൾ പോകുമ്പോൾ ഇപ്പം നല്ല വെതറായിക്കാരും, തിരിച്ചിറങ്ങുമ്പോൾ നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഈ കണ്ടില്ല, ഈ സ്നോ എല്ലാം ഇപ്പം ഈ വെയിലടിച്ചിട്ട് ഇപ്പോൾ മെൽറ്റായ വെള്ളമായി കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനത്തെ ചളികളുണ്ടാവും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഓൾവേസ് ക്യാരി എ സ്റ്റിക്ക് ഇഫ് യു ക്യാൻ. അതില്ലെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഇഷ്ടം. നമ്മൾ ട്രക്ക് ചെയ്യുമ്പോൾ എപ്പോഴും മൈൻഡ് കാം ചെയ്ത് ഫ്രീ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഓരോന്നിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ട്രക്ക് ചെയ്യുമ്പോൾ അടുത്തുനിന്ന് സ്മൂത്തായിട്ട് നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ജൽദിയായിട്ട് പെട്ടെന്ന് ഹറിബറിയിൽ നമ്മൾ നേരെ ഒരു ഡെസ്റ്റിനേഷൻ എത്തണം വിചാരിച്ചെന്നാൽ നമുക്ക് എത്താൻ പറ്റില്ല. അത് ശരിക്കുള്ള കാര്യം. നമുക്ക് ആ ഒരു നമ്മൾ എത്തിയ 2 ഫോട്ടോ എടുത്തെന്നുള്ള ഒരു ഇതേ ഉണ്ടാവുള്ളൂ സത്യത്തിൽ പറഞ്ഞാൽ. പക്ഷേ അതെല്ലാം നമുക്ക് ആ ഈ ഫീൽ. നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ട്രക്ക് ചെയ്യുമ്പോൾ കുറച്ച് നേരം എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ കഴിയുന്ന അധികം ആൾക്കാരും പാട്ട് കേൾക്കാറാണ്. ഞാനും ഇടയ്ക്കൊക്കെ പാട്ട് തന്നെ കേൾക്കും. പിന്നെ നമുക്കായിട്ടുള്ളൊരു സ്പേസും ടൈമുമാണത്, നമ്മൾ ട്രക്ക് ചെയ്യുമ്പോഴും ഹൈക്ക് ചെയ്യുമ്പോഴും. അപ്പോൾ നമ്മളെല്ലാം ആസ്വദിക്കുക. നമ്മളിപ്പം ഈ വാട്ടർഫാൾസിൻ്റെ സൗണ്ട് ആയാലും വിൻഡിൻ്റെ സൗണ്ട് വേറെ ഡയറക്ഷനിൽ നിന്ന് അടിക്കും. പ്ലസ് വാട്ടർഫാളിൻ്റെ കൂടി ആകുമ്പം നമുക്ക് ഭയങ്കരമായിട്ടൊരു വേറെ തന്നെ ഒരു സൗണ്ടും എഫക്റ്റും നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ നല്ലൊരു അടിപൊളി ഫീലായിട്ട് ഇങ്ങനെ കിട്ടും. നമ്മളെല്ലാം ആസ്വദിക്കാൻ തുടങ്ങിയാൽ ലൈഫ് അടിപൊളിയാണ്. माल है काय झालं कर का आपका ഹലോ. മൈൻഡാക്കുന്നില്ല. പോട്ടെ ഇഗ്നോറിങ്. ഹായ് ബ്രോ, കിർക്കങ്ങച്ചാലേ ഓൾ ദി ബെസ്റ്റ് ബ്രോ. എല്ലാവരും പോയോണ്ടിരിക്കുകയാണ്. എന്തോ പറയുന്നുണ്ട്. മൂപ്പര് കൊയങ്ങിന്നാണ് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്, പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും മൂപ്പര് എന്തോ പറഞ്ഞത് ഇത് ലോക്കലായിട്ടാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും എനിക്കറിയില്ല. ഒരുപാട് ആൾക്കാർ ലോക്കൽസ് പോകുന്നുണ്ട്.
എന്ന് വെച്ചാൽ പോട്ടർമാരധികവും ഇവിടുത്തെ ദീദിമാരെല്ലാവരും പോട്ടേഴ്സായിട്ടാണ് അധികം നിൽക്കുന്നത്. എന്നാൽ അവർക്ക് ഏൺ ചെയ്യാനും എല്ലാം ലിവ്ലിഹുഡ് എനിക്ക് തോന്നുന്നത് ക്യാരി സാധനങ്ങൾ ക്യാരി ചെയ്തിട്ട് താഴത്തുനിന്ന് മേലെ എത്തിക്കുന്നതാണ് അധികം ചെയ്യൽ. ഇപ്പം ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ടായതുകൊണ്ട് ബാഗും കാര്യങ്ങളൊക്കെ ടൂറിസ്റ്റുകൾ എന്തായാലും എടുക്കില്ല, കാരണം ട്രക്ക് ചെയ്യാൻ കഴിയില്ല, നല്ല പാടാണ്. നമുക്ക് ആ ഒരു മെൻറ്റാലിറ്റിയിൽ വന്നിട്ടില്ല, ട്രക്ക് ചെയ്യാൻ നല്ല റിസ്ക്കാണ്. അതുകൊണ്ട് മാക്സിമം ടൂറിസ്റ്റ് എല്ലാം പോട്ടർമാരെ ഏൽപ്പിക്കും. എന്നിട്ട് അപ്പോൾ അവർക്കും ഒരു ഡെയിലി ഏകദേശം നല്ല ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ അധികം എല്ലാവരും ചെയ്യുന്നത് ഇവിടെ. ലേഡീസിൻ്റെ കാര്യമാണ്. ജെൻസ് എല്ലാവരും എന്തെങ്കിലും ചെറിയ ഷോപ്പോ കാര്യങ്ങളൊക്കെ ഇതാക്കുന്നുണ്ട്. ആ ഉപ്പുമാവ് പാളി വന്നിട്ട് എന്തൊക്കെ ആവുന്നുണ്ട്, ഗ്യാസ് എന്തായാലും അടിപൊളി. ഞാൻ അതേപോലെ ഇന്ന് രാവിലെ ചായ ഉണ്ടാക്കിയെടുത്ത്, നമുക്ക് പതിവില്ലാത്ത പരിപാടിയാണല്ലോ, നമുക്ക് ഒരാൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കലൊന്നും പതിവില്ലാത്ത പരിപാടിയാണല്ലോ. പക്ഷേ ഉണ്ടാക്കി കൊടുത്ത് നല്ല മധുരം കൂടി അത് ആകെ അലമ്പായി, ഒന്നും പറയാനില്ല. നമുക്കറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയുന്നതിലാകുമ്പോൾ മടിച്ചിട്ട് കാര്യമില്ല. അത് നമുക്കൊരിക്കലും പഠിക്കാനില്ല, കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. അതും ഞാൻ അനുഭവത്തിൽ നിന്ന് പറയാം കാര്യം. നല്ല വെയിലുണ്ട് നോക്കണ്ട, നല്ല തണുപ്പാണ്. നമ്മൾ കാറ്റടിക്കും തോറും തണുപ്പ് ഇങ്ങനെ ഇറങ്ങി കൊടുക്കുക. ക്ഷീണിച്ച് പെട്ടെന്ന് പോയി വന്നുകൊണ്ട് ഇനി ഞാൻ പറഞ്ഞ പോലെ 2 മണിക്കൂർ നടന്ന് നമ്മൾ ഹോസ്പിറ്റലിലെത്തും. ഞാൻ അവിടെ എത്തിയിട്ട് എന്താ അറിയില്ല, ഗസ്റ്റും കാര്യങ്ങളും പോലെ എന്തായിന്ന് അറിയില്ല, പോയി നോക്കണം. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന്, അടിപൊളി വ്യൂ ആണ്. അപ്പോൾ തിരിച്ചിങ്ങനെ പോകാണ്ടിരിക്കാൻ ഞാൻ വാട്ടർഫാൾസിൽ എനിക്ക് അധികം നല്ല വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം വെള്ളവും പിന്നെ സറൗണ്ടിങ് ഒന്നും. സ്നോ ഉണ്ടെങ്കിൽ നൈസായിട്ട് എടുക്കാമായിരുന്നു, പക്ഷേ സ്നോ മെൽട്ടായിപ്പോയി. എന്നാലും ഞാൻ കഴിയുന്നത്ര എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ തിരിച്ചിങ്ങനെ പോകാണ്ടിരിക്കുക. അവിടെയാണ് ഞാൻ പറഞ്ഞ മരം വീണിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ, മരം. അപ്പോൾ അതിന് പാസ് ചെയ്ത് പോകണം, മരത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകണം. കുറച്ച് വൈൽഡാണ്, പാസ് ചെയ്ത് പോയാലേ നമുക്ക് അപ്പുറത്തെത്താൻ പറ്റും. ഇതാണ് കേട്ടോ ആ മരം വീണെന്ന് പറഞ്ഞേ. ഇപ്പോൾ ഒരു 2 ആഴ്ചയായി വീണിട്ടെന്നുള്ള പറഞ്ഞേ. ഇവിടെ നമുക്ക് ആളുണ്ട്, ഒറ്റയ്ക്കല്ല. എൻ്റെ സേഫ്റ്റി നോക്കാൻ ഇപ്പോൾ വന്നതാണ് എവിടുന്നോ. ഹലോ മൈൻഡ് ആക്കുന്നില്ല. എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും കിട്ടും വിചാരിച്ച് വന്നതാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോകണം നമുക്ക് അപ്പുറത്തെത്തണമെങ്കിൽ. ഈ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കേരള വെച്ച് പാടാണ്, എന്നാലും കാണിച്ചു തരാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഭയങ്കര രസമാണ്. എൻ്റെ അഡ്വഞ്ചറും കാര്യങ്ങളും ഇവൻ ഈസി ആയിട്ട് കയറി പോകുന്നത്. അഡ്വഞ്ചർ ഭയങ്കര രസമാണ്. എത്രയും നമുക്ക് ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ പറ്റും ഓരോ അഡ്വഞ്ചറും. കുറേ ബാരിയേഴ്സ് ഉണ്ടാവും, നോക്കിയെടുക്കാറില്ല, ബാരിയേഴ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ നമ്മളത് അതിജീവിക്കലാണ് നമ്മളെ എല്ലാം. അതിലാണ് മാക്സിമം നമ്മൾ എഫേർട്ടും ഹാർഡ് വർക്കും കമ്മിറ്റ്മെൻറ്റും, മെയിനായിട്ടുള്ള കാര്യം കമ്മിറ്റ്മെൻറ്റ്. ഏകദേശം നമ്മൾ നല്ലപോലെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യുന്ന കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായാൽ അത് എന്തായാലും അത് വിജയിക്കും. പിന്നെ ഞാനിപ്പോൾ ക്യാമറയിലായാലും സ്പീഡിലാണ് സംസാരിക്കുന്നത്, എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ ഒന്നാമത്തെ കാര്യം ഞാൻ നല്ല ക്യാമറ ശരിയാണ്. എന്നാൽ ഇതുവരെ എനിക്ക് വ്ളോഗിങ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഒരുപാട് കേദാർഗന്ധ, രാജസ്ഥാൻ, ഉദയ്പൂർ, രാജസ്ഥാൻ ഏകദേശം മൊത്തം, ഉത്തരാഖണ്ഡ്, പിന്നെ ഡൽഹി, ആഗ്ര, മധുര, ജമ്മു ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഏകദേശം കേരള, അങ്ങനെ ഏകദേശം എല്ലാം കവറാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് വ്ളോഗ് എടുക്കാനൊരു ഇതും തോന്നിയിട്ടില്ല. ഇതന്നെ ഇപ്പോൾ ഞാൻ 2ാമത്തതാണ് ഞാൻ ഇപ്പോൾ ഹസോളൊക്കെ മണാലി എല്ലാം വരുന്നത്. അന്നൊന്നും എനിക്ക് വ്ളോഗ് എടുക്കാൻ ശരിക്കും തോന്നിയിട്ടില്ല. പക്ഷെ എനിക്കെന്തോ ഇപ്പോൾ ഇത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നല്ലതാണോ രസമുണ്ടോ ചീത്താണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. അതിന് പിന്നെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഒരു മൂഡായപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോൾ ക്യാമറ നോക്കി ഞാൻ സംസാരിക്കില്ല, അത് എനിക്കറിയാം. ഞാൻ റെഡിയാക്കി ലെവലാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം വീഡിയോയിലൂടെ ആയാലും വ്ളോഗിലൂടെ ആയാലും ഇങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക, അങ്ങനത്തെ ഒരു വൈബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് അറിയില്ല ഇനി എത്രത്തോളം ചെയ്യുന്നതല്ല. ചിലപ്പം ഇന്ന് തന്നെ ഞാൻ ഇത് നിർത്തും, നാളെ മുതൽ ഞാൻ ചെയ്യൂല, അങ്ങനെയൊക്കെ ഒരു ഇതാണ്. പക്ഷേ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായാലും ഞാൻ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തും, ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ എത്തി തുടങ്ങിയത്. അപ്പോൾ ബൈ ഗൈസ്, ഇനി അവിടെ എത്തിയിട്ട് എൻ്റെ സ്റ്റോറേജ് എല്ലാം ഫുള്ളാണ്. അപ്പോൾ എനിക്ക് അവിടെ എത്തിയിട്ട് കുറേ
ഇത് ഡ്രൈവിലോട്ടൊക്കെ മാറ്റാണ്ട് ആൾക്കാരെല്ലാം പോയതുകൊണ്ട് നിന്നിട്ട് എല്ലാവരും കീർഗംഗ കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ബൈ ഗൈസ്.